ഹായ് വ്യൂവേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് ഒരു എരിശ്ശേരി ഉണ്ടാക്കാം. എരിശ്ശേരി പല കൂട്ടുമുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചേനയും വൻപയറും കൂടി ചേർത്തുണ്ടാക്കുന്ന എരിശ്ശേരിയാണ്. നല്ല ടേസ്റ്റാണ്, നല്ല സിമ്പിളുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിന് വേണ്ടി ആവശ്യമുള്ളത്. അര കപ്പ് വൻപയർ. ഇത് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തി വെച്ചാൽ കുക്ക് ചെയ്യാൻ അത്ര നേരം കുറവെടുക്കുള്ളൂ. ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് 1 മണിക്കൂർ വെക്കണുള്ളൂ. ഒരു 3 മണിക്കൂറൊക്കെ വെച്ച് ഒന്നും കൂടി സ്പീഡിൽ കുക്കായി കിട്ടും. അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് വയ്ക്കാം, മാറ്റി വയ്ക്കാം. എന്നിട്ട് കുക്കറിലിട്ടിട്ട് ഒരു 3-4 കപ്പ്, 1 കപ്പ് എന്ന് പറഞ്ഞാൽ 240 മില്ലിയുടെ കപ്പാണ് കേട്ടോ, വെള്ളം ഒഴിച്ചിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഉപ്പ് ചേർക്കണില്ല കേട്ടോ ഇപ്പോൾ. അപ്പോൾ ഇത് ഒരു 5-6 സ്റ്റീം വിസിൽ കേൾക്കണ വരെ കുക്ക് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം. 3/4 വേവ് ആവണ വരെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. മുഴുവനായിട്ട് കുക്ക് ചെയ്യേണ്ട, കാരണം പിന്നെ നമുക്ക് ചേന ചേർത്തിട്ട് ഒന്നും കൂടി കുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചേന അരിഞ്ഞു വെക്കാം. ചേന ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കുറച്ച് ക്യൂബ്സ് ആക്കിയിട്ടാണ് കട്ട് ചെയ്യണത്. അപ്പോൾ ചേന അരിയാൻ നേരത്ത് കൈ ചൊറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടിയിട്ട് ചേന മുറിച്ചാൽ ഈ ചൊറിച്ചിലിന് കുറച്ച് സമാധാനം കിട്ടും. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഗ്ലൗസ് കിട്ടും, നമുക്ക് അത് ഇട്ടിട്ട് ചെയ്താലും തീരെ ഈ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഒരു കാര്യം വേണമെങ്കിൽ ചെയ്യാമെന്ന് വെച്ചാൽ, കഴുകണതിന് മുമ്പ് ചേന പീൽ ചെയ്തിട്ട് കട്ട് ചെയ്യാം, എന്നിട്ട് കഴുകാം. കഴുകി കഴിഞ്ഞ് പീൽ ചെയ്ത് കട്ട് ചെയ്യുമ്പോഴാണ് ഒന്നും കൂടി ഈ ചൊറിച്ചിൽ കൂടാൻ സാധ്യത. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കാം. അത് കളറ് മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, പയർ വേവുന്നത് വരെ. പിന്നെ നമുക്കൊരു തേങ്ങ അരച്ച പേസ്റ്റ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട്, ചെറിയ തേങ്ങ ചെറിയ മിക്സി ജാറിലേക്ക്, പിന്നെ 3 കാന്താരി മുളക് ഞാൻ ചേർക്കുന്നുണ്ട്. പച്ചമുളക് ആയാലും മതി, നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. അതിൻ്റെ ഒപ്പം 1 ഉള്ളി, 1 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഒരു 4 എണ്ണം. ഇതിൻ്റെ ഒപ്പം 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് ശകലം വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് ആക്കിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 5 സ്റ്റീം കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കി പയർ റെഡി ആയിട്ടുണ്ടോയെന്ന്. അപ്പോൾ അങ്ങോട്ട് ആയിട്ടില്ല, അതുകൊണ്ട് ഒരു 2 സ്റ്റീം കൂടി ആവാമെന്ന് തോന്നുന്നു. നോക്കി ഒന്നും കൂടി ചെക്ക് ചെയ്യാണ്. അപ്പം ഇങ്ങനെ പ്രസ് ചെയ്താൽ ഉടയണ രീതിയിൽ, അത് ആണ് ഒരു 3/4. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഉടയണ രീതിയിൽ 3/4 വേവായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മുടെ ചേന ചേർത്ത് കൊടുക്കാം. ചേന ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടികൾ കുറച്ച് മതി, ഇങ്ങനത്തെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇത് പ്രഷർ കുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷെ ഞാൻ എപ്പോഴും സാധാരണ ഇത് തിളച്ചതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ആ ചേന ഒന്ന് ടെൻഡറായി സോഫ്റ്റായി വരുന്ന വരെ. അപ്പോൾ ഒന്ന് സോഫ്റ്റായി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ. ചേന ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അറിയാം അത് പാകത്തിനായിട്ടുണ്ടോയെന്ന്. ഇനി നമുക്കത് ഉടച്ചെടുക്കാം. ഇതുപോലെ ഒരു ദാൽ മാഷർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ തവിയുടെ ബാക്ക് കൊണ്ട് നമുക്കിത് ഉടച്ചെടുക്കാൻ പറ്റും. ചേന നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്നവരെ മാഷ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടേണ്ടത്. വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം, പക്ഷെ ഒരുപാട് വേണ്ട, കുറച്ചിങ്ങനെ കുറുകിയിരിക്കണം. പിന്നെ അടിയിൽ നിന്ന് ഒന്ന് ലൂസാക്കാൻ വേണ്ടി കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്, ഒന്ന് മിക്സ് ചെയ്ത്. അപ്പോൾ നേരത്തെ നമ്മൾ അരച്ച് വെച്ച തേങ്ങ അരച്ച ആ പേസ്റ്റ് നന്നായി അരച്ച് വെച്ചിട്ടുണ്ട്. ഈ പേസ്റ്റും കൂടി ചേർത്തിട്ട്
ഇതൊന്ന് തിളച്ചാൽ മതി, കൂടുതൽ നേരം ഇനി കുക്ക് ചെയ്യണ്ട. ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അത് ഇറക്കാം. പിന്നെ മിക്സി ജാറിൽ കുറച്ച് വെള്ളം ചേർത്ത് അതും കൂടി ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ കണ്ടില്ലേ, അതിൻ്റെ ആ ഒരു പാകം അത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പിൽ നിന്ന് ഇറക്കാം. ഇനി എരിശ്ശേരി താളിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഒരു ചെറിയ ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഇതിൽ 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഒരു വലിയ ഉണക്കമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ 4-5 ചുവന്നുള്ളി, ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തതാണ്, അതും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ആ ചുവന്നുള്ളി ഒന്ന് നന്നായി ഗോൾഡൻ കളറായി കിട്ടുമ്പോൾ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന എരിശ്ശേരിയുടെ മുകളിൽ ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ആദ്യം ഒന്ന് ഒഴിച്ച് നമുക്ക് മൂടി വെക്കാം. കുറച്ച് നേരം കഴിഞ്ഞ് ഒന്ന് മിക്സ് ചെയ്ത് വിളമ്പാം. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന നല്ലൊരു ചേനയും വൻപയറും കൂട്ടി ചേർത്ത എരിശ്ശേരി. ഉണ്ടാക്കി നോക്കിയാൽ വിവരം അറിയിക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ റെസിപ്പീസ് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ആ ബെല്ലൈക്കോണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഓൾ, പേഴ്സണലൈസ്ഡ്, നൺ. അതിൽ ഓളിൻ്റെ സെലക്ഷൻ തന്നെ സെലക്ട് ചെയ്യണം. എന്നാലേ പുതിയ വീഡിയോസ് എല്ലാം വരുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.